റിപ്പോർട്ടർ ഇംപാക്ട് ഇടുക്കി വണ്ടിപ്പെരിയാറിലെ സഹോദരിമാരുടെ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. ഹാഷിനി, ഹർഷിനി എന്നിവരുടെ ദുരിതത്തിനാണ് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ പരിഹാരമായത്. എസ്റ്റേറ്റ് ഉടമകളുമായുള്ള തർക്കത്തെ തുടർന്ന് 2 മാസമായി ഇരുട്ടിലായിരുന്നു കുടുംബം. രാഹുൽ സുരേഷ് നമുക്കൊപ്പം. രാഹുൽ സുരേഷ്, വെളിച്ചമായി മാറിയ വാർത്തയെന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. ഇടുക്കിയിലെ സഹോദരിമാരിപ്പോൾ ഹാപ്പിയല്ലേ? സുജയ പാർവതി രണ്ടുപേരും ഹാപ്പിയാണ്. അവരുടെ വീട്ടിൽ മാത്രമല്ല അവരുടെ ജീവിതത്തിൽ കൂടി വെളിച്ചമായി മാറിയ ഒരു വാർത്തയായി നമ്മൾ നൽകിയ വാർത്ത മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവരുടെ വീട്ടിൽ വെളിച്ചം വന്നിരിക്കുകയാണ്. നമ്മൾ ഒരാഴ്ച മുമ്പ് ഇവിടെ വരുമ്പോൾ മെഴുകുതിരി വെളിച്ചത്തിലായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. അല്പസമയം മുമ്പാണ് KSEB അധികൃതർ ഈ വീട്ടിലെത്തി വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഹാഷിനിയും ഹർഷിനിയും നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. വാവേ, സന്തോഷമായോ? സന്തോഷമാ. എല്ലാ ന്യൂസ് ചാനലുകൾക്കും കളക്ടർക്കും പ്രിൻസിപ്പൽ മാമിനും കറസ്പോണ്ടൻസിനും എല്ലാവർക്കും ഒത്തിരി നന്ദിയാണ്. നീ വെളിച്ചത്തിലേക്ക് ഇരുന്ന് പഠിക്കാലോ. നീ ഉഷാറായിട്ട് പഠിക്കില്ലേ? അതെ, അടിപൊളിയായിട്ട് പഠിക്കില്ലേ? നല്ല മാർക്കൊക്കെ വാങ്ങില്ലേ? നല്ല മാർക്കൊക്കെ മേടിക്കും. ചേട്ടാ, എന്തുണ്ട്, സന്തോഷമായില്ലേ? കളക്ടർ സാറിനും വിളിച്ച് ഞങ്ങളെ വാർത്തയ്ക്ക് പറഞ്ഞായിരുന്നു. നേരെ ഓഫീസിൽ പോയി സാറിനെ പോയി കണ്ട്. അപ്പം EBക്ക് ലെറ്റർ കൊടുക്കാം സെക്രട്ടറിയൊക്കെ വന്നായിരുന്നു. നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിക്കും EBയിലുള്ള ഏവോക്കും എല്ലാവർക്കും ഒത്തിരി 3 പോസ്റ്റാണ് അധികമായിട്ട് പോസ്റ്റായിട്ടിരിക്കുന്നത്. 3 പോസ്റ്റ് 8 ലൈൻ ഇപ്പോൾ 4 മണിയാകുമ്പോൾ ലൈൻ കൊടുത്തത്. 6 മണിക്കാണ്. എത്ര മണിക്ക് കറണ്ട് കിട്ടിയേ? 4 മണിയാകുമ്പോൾ 4 മണിക്ക് കറണ്ട് കിട്ടി. ഒത്തിരി സന്തോഷം. ഇനി മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ചേട്ടാ, സന്തോഷമായില്ലേ? ഒത്തിരി സന്തോഷമായി. 4 മണിയാകുമ്പോൾ മറ്റേ EBയിലെ എല്ലാവരും വന്നു. അവർ പണിക്കാരെല്ലാം വന്നിട്ട് നമ്മൾക്ക് കണക്ഷൻ എടുത്തു. രാവിലെ തന്നെ ഒത്തിരി പണിയായിരുന്നു. അതിൻ്റെ കൂടെ പയ്യനും ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാം കൂടെ ചെയ്ത് എനിക്ക് കണക്ഷൻ തന്ന് ഒത്തിരി സന്തോഷമുണ്ട് വാർത്തയിൽ. സുജ, എന്താണെങ്കിലും വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. കാരണം ഇരുട്ടിലിരുന്നായിരുന്നു ആ കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. അന്ന് നമ്മൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ 2 മെഴുകുതിരി ഈ കട്ടിലിൽ കത്തിച്ച് വെച്ച ശേഷം നമുക്ക് ആ മെഴുകുതിരിയുടെ ഇത് കണ്ടോ, ഈ കാണുന്ന കട്ടിലിൽ 2 മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച ശേഷം വിദ്യാർത്ഥികൾ ഇവിടെ ഇരുന്ന് പഠിക്കുന്ന ഒരു ദുരവസ്ഥ കൂടിയാണ് അന്ന് നമ്മൾ കണ്ടത്. അതിന് പിന്നാലെ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ടു. പോപ്സ് കമ്പനിയുമായും ഈ കുടുംബവുമായി സംസാരിച്ചു. ഉടമസ്ഥ തർക്കം നിലനിൽക്കുന്നതായിരുന്നു ഈ പ്രശ്നത്തിന് കാരണം. ആ 2 വിഭാഗവുമായി സംസാരിച്ച ശേഷം KSEB അധികൃതർക്ക് ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശം നൽകി. അതിനുശേഷമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ വീട്ടിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഹാഷിനിയും ഹർഷിനിയും പറഞ്ഞ പോലെ തന്നെ അവർക്ക് സന്തോഷമാണ് സുജയ. ഓക്കെ, ആ സന്തോഷം രാഹുലിന്റെ മുഖത്തും കാണാം. ഇതുപോലെ വെളിച്ചമാകട്ടെ ഓരോ വാർത്തയും.